ഹലോ ഗായ്സ്, ഞാൻ നീണ്ടൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയി. ഞങ്ങൾ 5 വർഷമായിട്ട് കണ്ടിട്ട്. ഇത് ബ്രിട്ടോൻ്റെ മോൻ യൂബ്. ആൾ നല്ല സ്മാർട്ടാണ്. ഫുൾ ടൈം സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ദിനുവിൻ്റെ മോൻ ഡേവിഡ്. അവനും സ്മാർട്ടാണ്. അവൻ സംസാരിച്ച് തുടങ്ങിയിട്ടുള്ളൂ, കുറച്ച് സംസാരിക്കുള്ളൂ. കാരണം എന്നാലും അവൻക്കും മുന്നേ ഫസ്റ്റ് കാണുന്ന ഒരു പരിചയക്കുറവ് അങ്ങനെയൊന്നുമില്ല. അവന് വളരെ ചെറുതായിട്ടുള്ള കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വെറുതെ ബ്രിട്ടോ പുതിയ കാർ വാങ്ങിച്ചിരുന്നു, ജിമ്നി. അപ്പോൾ ഞങ്ങൾ അതിൽ കറങ്ങാൻ പോയതാണ്. അങ്ങനെ പോയി ഞങ്ങൾ വെറുതെ മാപ്പ് നോക്കിയിട്ടൊരു വാട്ടർഫോൾ കിട്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. മണ്ണാത്തിപ്പാറ വാട്ടർഫോൾ എന്നാണ് പിന്നെ പറയാം. അത് ഒരു പോണ സ്ഥലം വഴിയൊക്കെ നല്ല വൈബാണ്. ഒരു കാടിൻ്റെ ഒക്കെ ഒരു ഫീല് കിട്ടുന്ന ഒരു വഴിയാണ്. ഫെൻസൊക്കെ ഉണ്ട്, ഇലക്ട്രിക്കൽ ഫെൻസൊക്കെ ഉണ്ടായിരുന്നു. അത് നടന്ന് ഇതിന് വെള്ളം പോകുന്ന ഒരു ചാലിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു കെട്ടിക്കണത്, കനാൽ പോലെ. അതിൽ കെട്ടിയേക്കുന്നത് കരിങ്കല്ല് ആയിട്ടുള്ളതാണ്. അതിൽ കൂടെ നടന്നിട്ട് വേണം. അപ്പോൾ കുറേ ഭാഗത്തൊക്കെ ഇടിഞ്ഞിട്ടുമുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ പാറ ഇതൊക്കെ കിടക്കണം. കാരണം ഒരു കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഒരു കാട് തന്നെയാണ് ശരിക്കും. കാടിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ കരടികളൊക്കെ കൂടുതലുണ്ടായിരുന്ന ഒരു കാടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെ കരടീനൊന്നും കാണാറില്ല ഇവിടെ. ആനയൊക്കെ വരാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഭാഗത്തല്ല, ഈ ഒരു ഏരിയയിൽ ആയിട്ട്. ഡേവിഡ് ഉറങ്ങിയിട്ട് ഡേവിഡിനെ എടുത്ത് നടക്കുകയാണ് ദിനു. യോബ് ഫുൾ എനർജിയിലാണ്, ഫുൾ ചാർജിലാണ്. മൂപ്പരാൾ നടക്കുന്നുണ്ട്. എല്ലാവരെയും ലീഡ് ചെയ്ത് നടക്കണ പോലെയാണ് മൂപ്പരാൾ പിടിക്കൊന്നും വേണ്ട, അതിന് മൈൻഡും ചെയ്യേണ്ട ആവശ്യമില്ല. മൂപ്പരാൾ എല്ലായിടത്തും ഇങ്ങനെ 2 കുഞ്ഞിക്കാലും വെച്ചിട്ട് വർത്താനം പറയുന്നുണ്ട്. തോരാതെ ഫുള്ള് സംസാരിച്ച് ആണ് മൂപ്പരാൾ നിൽക്കണത്. ഞങ്ങൾ പോയപ്പോൾ ഒരു ഫാമിലി അവിടെ പോയിട്ട് റിട്ടേൺ വരുന്നു. അവർ കുളിക്കാനൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ആയിട്ടാണ് അവർ പോയത്. പക്ഷേ വെള്ളമില്ല. അൺഫോർച്യുനേറ്റ്ലി അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല, വാട്ടർഫോളില്ല. എല്ലാവരും വിഷമമായിട്ട് തിരിച്ചു പോകണം. കുളിക്കാൻ പ്ലാൻ ചെയ്ത് വന്നിട്ട് ഞങ്ങളങ്ങനെ കുളിക്കാൻ പ്ലാൻ ചെയ്ത് വന്നതല്ല. ഞങ്ങൾ വെറുതെ എങ്ങനെയും പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ള നല്ല വാട്ടർഫോൾ നോക്കിയപ്പോൾ മണ്ണാത്തി വാട്ടർഫോൾ കണ്ടുപോയി. ഇത് യോബ് അങ്ങോട്ട് സ്റ്റെപ്പ് കല്ലുമ്മ വെച്ചിട്ട്, അതിന് വാട്ടർഫോളിൻ്റെ ഒരു ഭാഗമാണ് വെള്ളം വീണ്. അവിടെ കല്ല് ഇളകിക്കെടുക്കുന്നുണ്ടായിരുന്നു, അതിൽ തട്ടി വീണ്. മുപ്പയാൾ എന്നിട്ട് എടുത്ത് പൊട്ടിയതല്ല, അവിടെ ചെറിയൊരു സ്ക്രാച്ച് പോലെ വന്നിട്ടുള്ള പാടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാണിച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറയട്ടെ. ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ. ഇതാണ് വെള്ളത്തിൻ്റെ അവസ്ഥ. വാട്ടർഫോൾ ഇത്രയുള്ള ഇതിൽ നല്ലോണം വെള്ളം ഉണ്ടാവും മഴക്കാലത്തൊക്കെ. അപ്പോൾ അതിൽ വന്നിട്ടുള്ളതാണ് ആ കുഴികൾ. അറിയാലോ, വാട്ടർഫോളിൻ്റെ അവിടെ ഇങ്ങനെ കുഴി ഉണ്ടാവും, വെള്ളം വീണിട്ടൊക്കെ ഉണ്ടാവണത്. അപ്പോൾ അതിൽ പോലെ വളരെ നൈസായിട്ട് വളരെ കുറച്ച് വെള്ളമുള്ളൂ. അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ അതിലൊക്കെ കുറച്ച് കാലൊക്കെ ഇട്ടിരുന്നു. പിന്നെ മോളിക്ക് ഇതിങ്ങനെ സ്റ്റീപ്പാണ്, കുറച്ച് ഇങ്ങനെ ഇതൊരു സ്ലിപ്പറിയും ഒക്കെ ആയിട്ടാണ്. അങ്ങനെ മോളിൽ കയറി. യോബും കയറിയിട്ടുണ്ട് മോളിൽ അവിടെ കൂടെ. പിന്നെ ഈ ഒരു പോർഷനിൽ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ വീഡിയോയുടെ ഫ്രെയിമിൽ നമുക്കത്ര ഭംഗിയായിട്ട് കാണില്ല. അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക രസം തോന്നി. അവിടെ വെള്ളം വീണിട്ട് ഒരു ഇടുക്ക് പോലെ അതാണ്. അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് കയറാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ട് തോന്നി. കാരണം അങ്ങോട്ട് കയറിയില്ല. അത് സ്ലിപ്പാകാൻ കൂടുതൽ സാധ്യത ഉണ്ട് അങ്ങോട്ട്. അങ്ങനെ പിന്നെ കാടല്ലേ, വേറെ ആൾക്കാരും ഇല്ല. അങ്ങനെ ഞങ്ങൾ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ ആ വെള്ളം വീണ ചെറിയ ഒരു ഇതുണ്ടല്ലോ, ചെറിയ ഹോൾസ് ഉള്ളത്, അവിടെ അതിൽ പാമ്പുണ്ടായിരുന്നു. ഞങ്ങൾ പാമ്പിനെ കണ്ടു. അപ്പോൾ ആദ്യം നമ്മൾ കൈ കഴുകിയതും കാല് ഒക്കെ ഇട്ടതൊക്കെയാണ് ആ ഭാഗത്തൊക്കെ. പക്ഷേ
പിന്നീടാണ് പാമ്പിനെ കണ്ടത്. പാമ്പ് ഇങ്ങനത്തേലൊക്കെ പാമ്പൊക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കണം. പിന്നെ അധികം ആൾക്കാർ വരുന്നൊരു ഏരിയ ഒന്നുമല്ല, അറിയപ്പെടുന്ന ഒരു ഏരിയ ഒന്നും അല്ലത്. കുറേ ആൾക്കാർ അവിടെ ഗ്ലാസും പ്ലാസ്റ്റിക് ഗ്ലാസ് കവറൊക്കെ വേസ്റ്റൊക്കെ ഇട്ട് കണ്ടിരുന്നു. അതൊക്കെ തീരെ ശ്രദ്ധിക്കണം നമ്മുടെ ആൾക്കാർ. അത് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കുളമാണ്. ആ ഭാഗത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ നല്ല ഭംഗിയുള്ള കുളം, അത്യാവശ്യം ആഴുണ്ട്. കുറച്ചാൾ മുമ്പ് JCB മണ്ണൊക്കെ എടുത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അവൻ്റെ ജിമ്മിനിയിൽ ഇറക്കണത് അവിടെ കയറുന്ന ഭാഗം ഒരു ഓഫ് റോഡ് ടൈപ്പാണ്, കുറച്ച് ഹൈറ്റ് ഉണ്ട്, സ്റ്റീപ്പാണ്. അപ്പോൾ കയറിയപ്പോൾ വീഡിയോ പിടിച്ചിരുന്നു, പക്ഷെ അത് വീഡിയോ ശരിയായില്ല. അപ്പം തിരിച്ചിറങ്ങുമ്പോൾ മര്യാദയ്ക്ക് വീഡിയോ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിക്കുകയാണ്. അങ്ങനെ യൂബിന് ഫ്രണ്ടിലിരിക്കണം പറഞ്ഞു. അവനക്ക് സീറ്റൊക്കെ ഒരു കുഷ്യനിട്ട് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഇരുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ സൂഫി മജ്ലിസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു എല്ലാവരും.